ഇന്നലെ രാവിലെയാണ് തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനായി പുതുപ്പള്ളി സാധു ഉൾപ്പെടുന്ന 5 ആനകൾ ഭൂതത്താൻ കെട്ടിനടുത്തുള്ള തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിലേക്ക് എത്തുന്നത്. ആനകൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ പൂർത്തിയാകാറായ സന്ദർഭത്തിലാണ് കൂട്ടത്തിലുണ്ടായ മണികണ്ഠൻ എന്ന ആനയുടെ കുത്തേറ്റ് സാധു കാട്ടിലേക്ക് കയറുന്നത്. പടത്തിന്റെ ഷൂട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർന്നിരുന്നു. ലാസ്റ്റ് ഷോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സാധു എന്ന് പറയുന്ന ആന ഫ്രണ്ടിൽ നിൽക്കുന്നു, തൊട്ട് ബാക്കിൽ ആണ് മറ്റേ ആന വന്നിരുന്നത്. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അത് സാധു വീണ്ടും തിരിച്ചു വന്ന് പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. സിനിമയുടെ ചിത്രീകരണത്തിനായി ആനയുടെ ചെങ്ങലകൾ നീക്കം ചെയ്തിരുന്നു. ഇതാണ് കുത്തേറ്റപ്പോൾ ആനയ്ക്ക് സ്വതന്ത്രനായി കാട്ടിലേക്ക് കയറാൻ ഇടയാക്കിയത്. ആനയുടെ കാൽപ്പാട് കണ്ട് ഈ കാൽപ്പാട് കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. കാൽപ്പാടിൻ്റെ ഒരു ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ അത് ആനയുടെ പൊക്കം നമുക്കറിയാൻ പറ്റും. പിന്നെ ആ കാൽപ്പാട് കണ്ട് ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എരണ്ടം കണ്ടു, പിണ്ടം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാട്ടാനയുടെ പിണ്ടവും നാട്ടാനയുടെ പിണ്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലിപ്പോൾ ഒരു പാപ്പാനും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത് ഇന്ന് ആന കണ്ടു കഴിഞ്ഞപ്പോൾ പാപ്പാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആന പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്തില്ല, അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് ആന കാട് കയറിയ ഭാഗത്തു നിന്നും അധികം ദൂരത്തല്ലാതെ വനപാലകർ കണ്ടെത്തുകയായിരുന്നു. 5 ടീമിനെ സെറ്റ് ചെയ്ത് 5 ടീം ഞങ്ങൾ ഓരോ ടീമിലും ഞങ്ങളുടെ 3 ആൾക്കാർ വീതം ആ ടീമിലായിട്ട് നമ്മളിതിനെ ആ ലാസ്റ്റ് കണ്ട ലൊക്കേഷനിൽ നിന്ന് 5 ഭാഗത്തു നിന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് വന്നു. അങ്ങനെ ഒരു ടീം വർക്കാണ് ഇതിനെ കണ്ടെത്താൻ സഹായിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ബോധ്യമായതിനാൽ ആനയെ ഉടമകൾ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. കോതമംഗലത്ത് നിന്നും മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.